അടുത്തതായി ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ബിഷപ്പ് ഡോക്ടർ സക്കറിയ മാർ തിയോഫിലസ്. തിരുമേനി ചമ്മാച്ചനായിരുന്ന കാലം 80കളുടെ മധ്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റാണോ തിരുമേനി? ശരിയാണല്ലോ. ഞങ്ങളുടെ അഭയുടെ കീഴിലെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു കേന്ദ്രമുണ്ട്, അത്താണി. അത്താണിയിൽ ഒരു 7 മണിയോടെ ഒരു ചെറുപ്പക്കാരി ഓടി വന്ന് കയറി. അവളുടെ കാര്യം പറഞ്ഞാൽ അങ്ങ് മലബാറിലൊരു ഭാഗത്തു നിന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിയെത്തിയ ഒരു ഗതിയില്ലാത്ത മുസ്ലിം പെണ്ണാണ്. 7 മാസം ഗർഭിണി. പിഴച്ച് പെറ്റ് വെളിയിൽ തള്ളുന്നതിന് മുമ്പ് സമൂഹം അവളെ ഒറ്റപ്പെടുത്തി, അവളെ അടിച്ച് ചതച്ച് കൊല്ലുമെന്നുള്ള സ്ഥിതിയായപ്പോൾ അവളുടെ അമ്മ അവിടെ കാതി കിടന്നാൽ പറഞ്ഞ് കാതിപ്പൂ വിറ്റ് 10-25 രൂപ കിട്ടിയതും കൊടുത്തൊരു ബസ്സിൽ കയറ്റി എവിടെങ്കിലും പോയി രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പോകുന്നതാണ്. കയ്യിൽ ഒരു കഷ്ണം കീറ കടലാസുണ്ട്. അവളുടെ ഒരു കൂട്ടുകാരിയെ കുറിച്ച് കൊടുത്തിരിക്കുന്നു. പഴയ മനോരമയിൽ നിന്നെന്തോ നോക്കി എഴുതിയെടുത്തിരിക്കുന്നു. സുഗതകുമാരി അഭയെന്ന് എഴുതാനൊക്കെ ശ്രമിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം എന്നൊക്കെ. അതൊന്നും അല്ല. സകത കമരി തിരന്തരം, ഇത്രയാണ് അക്ഷരം. ഈ ഒരു കീറ കടലാസം കൊണ്ട് കണ്ണീരുമായിട്ട് അവശയായി അവൾ തമ്പാനൂര് രാത്രി സന്ധ്യാറായപ്പോൾ വന്നിറങ്ങി. ഒരു ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു ഇതിന്നയാളായിരിക്കും എന്ന് പറഞ്ഞ് അയാൾ 7 മണിയൊക്കെ ആയപ്പോൾ അത്താണിയിൽ കൊണ്ടുവന്നു. ശാസ്തമംഗലത്താണെന്നത് വന്ന് അത്താണിയുടെ വാതിലുകൾ എപ്പോഴും ഏത് രാത്രിയിലും ഏത് സ്ത്രീക്കും വന്ന് മുട്ടിയാൽ തുറക്കപ്പെടുന്ന വാതിലാണ്. തുറന്നു. അവളെ അകത്ത് കയറ്റി തളർന്ന് കയറി വന്നു. കാലുമുഖം കഴുകി കഞ്ഞി കുടിക്കാൻ പറഞ്ഞു. കഞ്ഞി കുടിക്കാനിരുന്നവൾ അവിടെ തളർന്നു വീണു. പറയാൻ പാടുള്ള കാര്യങ്ങളല്ല എങ്കിലും അവളെ പിടിച്ചു ഉയർത്തിയപ്പോൾ അവിടെ മുഴുവൻ രക്തമാണ്. പെട്ടെന്ന് ശാസ്തമംഗലം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഹോസ്പിറ്റലൈസ് ചെയ്തു. ഹോസ്പിറ്റലിൽ അടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഫോൺ വന്നു. മോശമാണ് കണ്ടീഷൻ, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ വന്നു, അഡ്മിറ്റ് ചെയ്തു, പെട്ടെന്ന് ബ്ലഡ് വേണം, A- ബ്ലഡ് കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ബ്ലഡ്. രാത്രി സമയം, ഞായറാഴ്ച. ഈ രാത്രിയിൽ എവിടെയാണ് രക്തത്തിന് പോവുക? ഞാനവിടെ ഇരുന്ന SVT ഹോസ്പിറ്റൽ തൊട്ട് ബ്ലഡ് ബാങ്കുകൾ തൊട്ട് എനിക്കറിയാവുന്ന നമ്പറുകളിൽ മുഴുവൻ ഫോൺ ചെയ്തു. ഞാനിപ്പോഴും ഓർക്കുന്ന ആകാശം നിറയെ നക്ഷത്രങ്ങളാണ്. ഞാനിങ്ങനെ മുകളിലോട്ട് നോക്കി ദൈവമേ ദൈവമേ എന്നിങ്ങനെ വിളിക്കുകയാണ്. ഒരു വഴി കാണിക്കണേ ദൈവമേ ദൈവമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മുറ്റത്ത് നടക്കുകയാണ്. അയൽവക്കത്തെല്ലാം വിളക്ക് തെളിഞ്ഞിട്ട് എന്താണെന്ന് ആളുകളൊക്കെ ചോദിക്കുന്നു. വല്ലാത്ത ഒരു ഘട്ടം. അപ്പം ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ ഓടി വന്ന് പറഞ്ഞു, ഓർത്തഡോക്സ് സ്റ്റുഡൻറ്റ് സെൻറ്ററിൽ ഒരു ചമ്മാച്ചനുണ്ട്, അദ്ദേഹത്തിന് A- ബ്ലഡാണ്, ചെറിയാൻ എന്നാണ് പേര്. അത് ഞങ്ങളാരും പോയാലും ഇപ്പോൾ അവിടെ തുറക്കില്ല, ടീച്ചർ വന്ന് നോക്കാം. ഞാൻ അയാളുടെ കൂടെ അവിടെ ചെല്ലുന്നു. വാക്ക് തട്ടി നീണ്ടു നിവർന്ന് വെള്ള വസ്ത്രം ധരിച്ച ഒരു ചെറുപ്പക്കാരനൊന്ന് വാതിൽ തുറന്നു. ഞാൻ ചോദിച്ചു, ചെറിയാൻ ചമ്മാച്ചനാണോ? അതെ. A- ബ്ലഡാണോ? ഞങ്ങൾക്ക് തരുമോ? ഒരു ഗതിയില്ലാത്ത മുസ്ലിം പെണ്ണ് എവിടുന്നോ വന്നോ ചാകാൻ കിടക്കുന്നു. അപ്പോൾ ചമ്മാച്ചൻ പറഞ്ഞത് എന്താണെന്നോ, ഞാൻ ബ്ലഡ് കൊടുത്തിട്ട് ഞാൻ തരാം, ആദ്യത്തെ വാക്ക് തരാം, ഞാൻ ബ്ലഡ് കൊടുത്തിട്ട് 10 ദിവസം മറ്റോ ആയിട്ടുള്ളൂ, അവരെടുക്കുമോയെന്ന് അറിഞ്ഞുകൂടെ, എടുക്കുമെങ്കിൽ ഞാൻ ഉടൻ വരാം. ഒരു ഓട്ടോറിക്ഷയിലോ ഒരു ബൈക്കിൻ്റെ പുറകിലോ കയറ്റി ഇദ്ദേഹത്തെ അർദ്ധരാത്രി 1 മണിക്കോ 2 മണിക്കോ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. രക്തം എടുത്തു കൊടുത്തു. സിസേറിയൻ ചെയ്തു. അവളുടെ വയറ്റിൽ 2 കുഞ്ഞുങ്ങളായിരുന്നു, 2 ഇരട്ട പെൺകുഞ്ഞുങ്ങൾ. 2 മരിച്ചുപോയി. അടിയിടിയും കൊണ്ടും 7 മാസമേ ആയിട്ടുള്ളൂ. അവശരായ ആ കുഞ്ഞുങ്ങളെ കിട്ടിയില്ല. ഒരു ഗതിയില്ലാത്ത മുസ്ലിം പെണ്ണ്, അജ്ഞാത, ദരിദ്ര, നിരക്ഷര, അവൾക്ക് ഗർഭിണി, സമൂഹത്തിൽ നാട്ടി ഇറക്കപ്പെട്ടവൾ. അവൾക്ക് അവളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു ക്രിസ്ത്യാനി പുരോഹിതൻ്റെ രക്തം ഉപകരിച്ചു. രാത്രി മുഴുവൻ അവൾക്ക് വേണ്ടി ഓടിയത് ഹിന്ദുക്കളാണ്. വെളുപ്പാങ്കാലത്ത് അവൾ കണ്ണു തുറന്നപ്പോൾ കണ്ടത് എൻ്റെ മുഖമാണ്. ഉമ്മ എന്ന് വിളിച്ചത് എന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്ത്യ. പുണ്യം ചെയ്യുന്നവരോട് കൂടിച്ചേരുക, അതൊരു പുണ്യ പ്രവൃത്തിയാണ്. ടീച്ചറിലും അഭയിലും ഒത്തിരി നന്മയുണ്ട്. നന്മ ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഇവരിലെല്ലാം ഈശ്വരനെ കാണുന്നുണ്ട്. ഈശ്വരനുള്ളവർക്ക് മാത്രമേ നന്മ ചെയ്യാനൊക്കത്തുള്ളൂ. അതിനോട് ചേർന്ന് നന്മ ചെയ്താൽ നമ്മൾ ഈശ്വരനായിത്തീരും. പ്രത്യേകിച്ച് യേശു ക്രിസ്തു പഠിപ്പിച്ച് അതിൽ തൻ്റെ രക്തം മുഴുവൻ കൊടുത്ത് ലോകത്തെ രക്ഷിക്കുക. രക്തം കൊടുക്കുന്നൊരു പുണ്യപ്രവൃത്തിയാണ്.
38 പ്രാവശ്യം ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു അനുഭവമാണ് ടീച്ചർ പറഞ്ഞത്. ഒരാളെ ഒരു നിമിഷം ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഈ 80കളിൽ നിങ്ങളുടെ രക്തബന്ധം തുടങ്ങിയ കാലത്തിൽ നിന്ന് വളരെ പിന്നോട്ട് പോയി നമ്മുടെ ഇന്ത്യ. അതിനുശേഷമാണ് അയോധ്യ പള്ളി പൊളിയുന്നതും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രയത്നമൊക്കെ പാഴായി പോകുന്നു എന്നുള്ളൊരു തോന്നൽ ടീച്ചർക്ക് എന്തായാലും ഇല്ല. ബിഷപ്പിന് തീർച്ചയായിട്ടും ഉണ്ടാകാൻ പാടില്ല, കാരണം താങ്കളുടെ സ്ഥാനം വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നു. എങ്കിൽ പോലും ഒരു നിരാശ അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്നില്ല ടീച്ചർ? സുബോധമുള്ളവരും സുബോധമില്ലാത്തവരും വ്യത്യാസമുണ്ട്. ഒരു ഓണത്തിന് ടീച്ചറിൻ്റെ കൂടെയും എൻ്റെ ഹോസ്പിറ്റലിൽ പോയി. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വാർഡിലാണ്. സ്ത്രീയുടെ പ്രധാന തൊഴിലെന്ന ചീത്ത വിളിയാണ്. അത് കുറ്റപ്പെടുത്തുകയല്ല, ബോധമില്ലാത്തതുണ്ട്. ചീത്ത വിളിക്കുന്ന ഒരാൾ പറഞ്ഞു അമ്മ എന്ന് പറഞ്ഞു. എല്ലാവരും ചീത്ത വിളിച്ചിട്ട് നിർത്തിയിട്ട് അമ്മ അമ്മ അമ്മ, ഒരേ സ്വരത്തിൽ എല്ലാവരും കൂടെ അമ്മ. സുബോധമില്ലെന്ന് ലോകം വിധിച്ച അവർക്ക് ഈ അമ്മയെ തിരിച്ചറിയാൻ സാധിക്കും. സുബോധമുണ്ടെന്ന് നമ്മൾ ധരിക്കുന്നവർക്ക് ഈ അമ്മയെ തിരിച്ചറിയാൻ സാധിക്കും. അതാണ് പ്രധാനപ്പെട്ട പ്രയാസം. പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അല്ല. കാട് കത്തുന്ന അവസരത്തിൽ ഒരു ചെറിയ കിള്ളി ആറ്റിപ്പോയി വെള്ളം എടുത്തിട്ട് അവിടെ കൊണ്ട് തളിക്കും. നീ എന്നാ ചെയ്തെന്ന് വെച്ചു. എല്ലാവരും ഇതുപോലെ ചെയ്യുന്ന ഈ കാട് കത്തുകയില്ലായിരുന്നു. അണ്ണാക്കുഞ്ഞും തന്നാലായെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ നന്മ ചെയ്യുക. തീർച്ചയായിട്ടും ബിഷപ്പിനെ പോലുള്ളവരുടെ ഏറ്റവും വലിയൊരു മഹത്വം എന്ന് പറയുന്നതാണ്. കാരണം ഇത്തരം കാര്യങ്ങളുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള റിജിഡായിട്ടുള്ള ചിന്തകളുള്ള ആൾക്കാരുള്ളപ്പോൾ തന്നെ വിശാലമായ മനസ്സും അല്ലെങ്കിൽ ആ സേവന സന്നദ്ധതയും കാണിക്കുക എന്ന് പറയുന്നതാണ് തീർച്ചയായിട്ടും അഭയ പോലുള്ള സ്ഥാപനങ്ങളുടെ ശക്തി. നിങ്ങളെപ്പോലുള്ളവർ അയൽക്കാരിൽ ദൈവത്തെ കാണാൻ സാധിക്കാത്തവന് ദൈവത്തെ ഒരിക്കലും കാണാൻ സാധിക്കില്ല. അപ്പോൾ എൻ്റെ ദൈവം എൻ്റെ അയൽക്കാരനാണ്. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ രൂപം ടീച്ചറിൽ കാണുമ്പോൾ ഞാൻ വെളിച്ചമുള്ളവനാണ്. അല്ലെങ്കിൽ ഞാൻ ഇരുട്ടില്ല. ഇത്രയും ലൈറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇരുട്ടിലായിരിക്കും. ഇതെല്ലാവരും സ്വീകരിക്കുകയാണെങ്കിൽ ലോകം ഒരു സ്വർഗമായി.